ലതിക ആൻഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു ശുദ്ധി യാത്രയാണ്. ശുദ്ധി സായിബാബയെ കാണാൻ പോവുകയാണ് ഞങ്ങൾ. ഒരുപാട് നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഞങ്ങൾ കുടുംബസമേതം പോകണമെന്ന്. അതിന് ഭഗവാൻ ഇപ്പോഴാണ് സാധിച്ചത്. അങ്ങനെ ഞങ്ങളുടെ യാത്രയാണ്. ഞങ്ങൾ പോകുന്ന വഴിയും അവിടെ കണ്ട കാര്യങ്ങളും എല്ലാം നിങ്ങളെ കാണിക്കും. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ശുദ്ധിയിലെത്തിയിരിക്കുകയാണ്. സായിബാബയെ കാണാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് വളരെ വലുതാണ്. അങ്ങനെ ഭഗവാന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ആ ക്ഷേത്ര സന്നിധിയിലായിട്ടുണ്ട് ഞങ്ങളിനി അവിടെ നിന്ന് ഭഗവാനെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് വേണം വീണ്ടും ഇങ്ങോട്ട് വരാനായിട്ട്. ഇന്ന് ഞങ്ങളിനി റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ റൂമാണ് കാണുന്നത്. ആ സ്ഥലം ഇത് സായിയുടെ തന്നെ ആശ്രമമാണ്. ഇത് സായിയുടെ നേതൃത്വത്തിലുള്ള ആശ്രമമാണ്. അപ്പം അവിടെ നമുക്ക് താമസിക്കാനുള്ള റൂമൊക്കെ നമ്മൾ അവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വലിയൊരു കോംപ്ലക്സാണ്, വളരെ വിശാലമായിട്ട് കാണുന്നൊരു കോംപ്ലക്സാണ്. ഇതിൻ്റെ പേര് ഭക്തനിവാസ് സായി ആശ്രമമാണ്. ഇത് സായിയുടെ തന്നെ നേതൃത്വത്തിലുള്ളതാണ്. ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. ഞങ്ങൾ നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾക്ക് അതിൽ റൂം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളതെല്ലാം കാണുകയാണ്. ഭയങ്കര വിശാലമായ സ്ഥലം. അതാണ്ട് പിന്നെ പ്രത്യേകം എടുത്തു പറയാനുള്ളത്, അതാണ്ട് ഈ ഒരു കാണുന്ന ജീവി നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അമ്പലങ്ങളിലൊന്നും ഇതിനെ കയറ്റത്തില്ല. പക്ഷേ ഈ ശുദ്ധിയിൽ കണ്ട ഒരു അത്ഭുതകരമായ കാഴ്ചയെന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിലും ആ ലൈനിലും ഈശ്വരൻ്റെ അടുത്ത് വരെ ഇതിനെ കയറ്റുന്നുണ്ട്. അത് ഭയങ്കരമായ ഒരു അതിശയമായ കാര്യമാണ്. നമ്മുടെ അടുത്തൊക്കെ ആണെങ്കിൽ അമ്പലങ്ങളുടെ അടുത്തത് ജീവി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ അടിച്ചോട്ടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ അമ്പലത്തിനകത്ത് ശുദ്ധി സായി ഭഗവാന്റെ മുന്നിലൂടെയും ഇത് പോകുന്നുണ്ട്. അതൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. ഭഗവാൻ അങ്ങനെ വ്യത്യാസം ഒന്നുമില്ല എന്നുള്ളത് തെളിയിക്കുകയാണിത്. അങ്ങനെ ഞങ്ങൾ അവിടെ താമസസ്ഥലമൊക്കെ ഒന്ന് കാണുകയാണ്. വളരെ വിശാലമായ വലിയൊരു കോംപ്ലക്സ്. നമ്മളിങ്ങനെയുള്ളൊരു താമസ സൗകര്യം കണ്ടിട്ടേ ഇല്ല. നമ്മൾ അനേകം അമ്പലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, അവിടെ എല്ലാം നമ്മൾ താമസിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ചാർജുമാണ് അവർ ഈടാക്കുന്നത്. വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ പാർക്ക് പോലുള്ള സ്ഥലങ്ങളുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാം ജിംനേഷ്യം പോലെ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് അതിരാവിലെയൊക്കെ എഴുന്നേറ്റ് വന്ന് നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അത്ഭുതകരമായ കാഴ്ചയാണ്. നമ്മളെങ്ങും കാണാത്തൊരു കാര്യമാണ്. എന്നാൽ അതിന് തക്കതായ ഫീസ് അവർ ഈടാക്കുന്നതുമില്ല. വളരെ തുച്ഛമായ ചാർജിലാണ് ഇതെല്ലാം നമുക്കിവിടെ കിട്ടുന്നത്. അത് ഇതിനകത്ത് താമസിക്കുക എന്നത് ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇത് പുറത്ത് ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ ഭഗവാന്റെ നേതൃത്വത്തിലുള്ള ഒരു ആശ്രമത്തിൽ തന്നെ താമസിക്കണമെന്ന് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യുകയും അതൊക്കെ കിട്ടുകയും ചെയ്ത്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങൾ ഡിസംബർ മാസത്തിലല്ലേ പോയത്. അത് കാരണം വളരെ തണുത്തൊരു കാലാവസ്ഥയായിരുന്നു. അത് ഒരു സുഖമായിരുന്നു എന്ന് തന്നെ പറയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആ ക്ഷേത്രത്തിലോട്ട് പോകണം. ഇത് നമ്മൾ ചാവടി ഘോഷയാത്രയാണ് കാണുന്നത്. ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, ട്രെയിൻ ഒത്തിരി ലേറ്റായിപ്പോയി. എന്തായാലും വന്ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കത് നേരിട്ട് കാണാൻ പറ്റി. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും ടി വിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ദൈവമേ, ഇതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. കാരണം വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ രാത്രിയിലാണ് ചാവടി ഘോഷയാത്ര. അപ്പോൾ നമുക്ക് വ്യാഴാഴ്ച കഴിഞ്ഞാൽ പിന്നൊരു വ്യാഴാഴ്ച ഞങ്ങൾക്കില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ നാട്ടിൽ തിരിച്ചു പോയി. അപ്പോൾ ഒരുപാട് വിഷമമായിരുന്നു. അപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം എന്തായാലും ഞങ്ങൾക്ക് കിട്ടി. എങ്ങനെയോ ഈശ്വരൻ അതിൻ്റെ മുന്നിൽ കൊണ്ടെത്തിക്കുകയും നേരിട്ട് നന്നായിട്ട് കാണുക. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ? പല്ലക്കിൽ ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന ചാവടി ഘോഷയാത്ര കാണുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഭാഗ്യമാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അത് ഞങ്ങൾക്ക് പറ്റി. നമ്മുടെ പല്ലക്കിൽ ഭഗവാൻ ഇങ്ങനെ എതിരേറ്റ് പോവുകയാണ്. അത് കണ്ടാലും മതി വരെ നമ്മൾ കണ്ണ് നിറഞ്ഞ് വാവിട്ട് നിലവിളിച്ചു പോകും. ആ കാഴ്ച കണ്ട അത്ര ഭാഗ്യകരമായ, അത്ര ഒരു ഐശ്വര്യമായൊരു കാഴ്ചയാണ് അത് കണ്ടത്. അതാണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര സന്തോഷവും ഭാഗ്യവുമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ദർശനത്തിനായിട്ട് വന്നേക്കുകയാണ്. ആ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്.
പക്ഷേ അകത്ത് നല്ല ക്യൂ ആണ്. ഇവിടെ വഴിയിലൊന്നും ക്യൂ ഒന്നുമില്ല, അകത്താണ് നല്ല തിരക്ക്. പക്ഷേ നമുക്ക് ആ തിരക്ക് അനുഭവപ്പെടത്തില്ല. എല്ലാവർക്കും തൊഴാൻ കണ്ട് നമുക്ക് അത് സായുജ്യം അടയാൻ പറ്റും. ഒരുപാട് സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വഴിനീളെ ഇരിക്കാനും ഇരുന്നിരുന്ന് പോകുവാനും അവർക്ക് ആ സമയങ്ങളിലൊക്കെ നമുക്ക് ചായ കാപ്പി എല്ലാം കൊണ്ടുതരികയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ദർശനം കാണാനായിട്ടുള്ള വരുന്ന വഴിയാണ് ഈ കാണുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അകത്തോട്ടൊന്നും ആയില്ല, അകത്താണ് എല്ലാ ഫെസിലിറ്റികളും ഒരുക്കിയിരിക്കുന്നത്. തിരക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാരെല്ലാം വരികയാണ്. ഞങ്ങളങ്ങനെ ദർശനത്തിന് കയറാൻ പോവുകയാണ്. പക്ഷെ ദർശനത്തിന് കയറിക്കഴിഞ്ഞാൽ ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ അതിൻ്റെ ആ ദർശനത്തിന് കയറുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിവിശാലമായ ഒരു കോംപ്ലക്സുകളാണ്. നമുക്ക് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ പോയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അങ്ങ് ജനപ്പെരുപ്പമാണ് അകത്തും പുറത്തുമെല്ലാം. ഇവിടുത്തെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ചാവടിയിലോട്ട് പോവുകയാണ്. അവിടെ ഭയങ്കര തിരക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്ട് കാണാമല്ലോ, ഇവിടെ ഭഗവാൻ വിശ്രമിക്കുന്ന സ്ഥലമായിരുന്നു ബാബ. അത് നമ്മൾ സച്ചരിതത്തിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ഥിരം വായിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഭഗവാൻ ഇരുന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആണുങ്ങൾക്ക് വേറെയും പെണ്ണുങ്ങൾക്ക് വേറെയായിട്ട് ദർശന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭഗവാൻ ഇരുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ നമുക്ക് കയറി നിൽക്കുവാനുള്ള ഒരു ഭാഗ്യം തന്നെ വളരെ വലുതാണ്. നമ്മളതൊക്കെ വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. ജനങ്ങളിങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുക, ഏത് സമയത്തും ഇങ്ങനെ ജനത്തിരക്കാണ്, വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയവും. അവിടെ രാത്രിയെന്നോ പകലെന്നോ ഒന്നുമേ തന്നെ ഇല്ല. ഭഗവാനെ കാണാൻ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹനുമാൻ ക്ഷേത്രമാണ്, വലിയൊരു ഹനുമാൻ ക്ഷേത്രമാണിത്. അവിടെ നിങ്ങൾ ദർശിക്കാനായിട്ടൊക്കെ കയറി ആൾക്കാരെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അമ്പലങ്ങളായിട്ട് അതിനകത്ത് പല കാര്യങ്ങളും ഭഗവാൻ അവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കാണുവാൻ വേണ്ടി. എല്ലാവരും പോയി തൊഴുത് ഭഗവാനെ ദർശിച്ചിട്ട് വരികയാണ്. ഇനി ദ്വാരകാമയിലോട്ട് പോവുകയാണ്. ദ്വാരകാമയി ഭഗവാന്റെ മസ്ജിദാണ്, അറിയാമല്ലോ എല്ലാവർക്കും. സച്ചരിതം വായിക്കുന്നുള്ള എല്ലാവർക്കും അറിയാം. ഭഗവാൻ ഇവിടെ താമസിച്ചിരുന്നതാണ്. 60 വയസ്സ് വരെ ഭഗവാൻ ഇവിടെ താമസിച്ചെന്നാണ് നമ്മൾ ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നതും വിശ്രമിച്ചതുമെല്ലാം. അങ്ങനെ ദ്വാരകാമയിയാണ് അത് കാണുന്നത്. ദ്വാരകാമയിലെ ദർശനത്തിനും നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നിൽക്കുമ്പം അധികം തിരക്ക് കാണുന്നില്ല. പിന്നെ അടുത്ത ട്രിപ്പ് ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അങ്ങനെ അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നല്ല കച്ചവടങ്ങളും കടകളും എല്ലാം. ഒരു ദിവസം 1 ലക്ഷം ആൾക്കാർ കൂടുതലാണ് ഭഗവാനെ ദർശിക്കാൻ ഇവിടെ എത്തുന്നത്. ദ്വാരകാമയിലേക്കുള്ള ദർശന ക്യൂ ആണ് ഈ കാണുന്നത്. ഈ ക്യൂവിലൂടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ കയറിയ സമയത്ത് അത്ര ക്യൂ ഇല്ലായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ദർശിക്കാൻ പറ്റി. അവിടെ ഭഗവാൻ താമസിച്ചതും ഭഗവാൻ ഉപയോഗിച്ച പാത്രങ്ങളും അടുപ്പുകളും ഒക്കെ ഞങ്ങളവിടെ ദർശിച്ചു. ഭഗവാൻ ഇരുന്ന സ്ഥലവും എല്ലാം അതൊരു മഹാഭാഗ്യമാണ് അതൊക്കെ ദർശിക്കാൻ പറ്റിയത്. അത് അതേപോലെ തന്നെയാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ഗോപുരം കാണുന്നില്ലേ, ദ്വാരകാമയുടെ ഗോപുരം, ഭഗവാന്റെ ശുദ്ധി ആശ്രമത്തിൻ്റെ ആ ഗോപുരമാണ് നമ്മൾ ഈ കാണുന്നത്. അത് അവിടെ നമുക്ക് അകത്തൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. മൊബൈലോ ക്യാമറയോ ഒന്നും നമുക്ക് അവിടെ അവൈലബിൾ പോകാൻ പറ്റത്തില്ല. അതെല്ലാം വളരെ സ്ട്രിക്റ്റാണ്. നമ്മൾ കൊണ്ടുപോകുന്ന പൂക്കൾ പോലും അവിടുന്ന് സ്ട്രിക്റ്റായിട്ട് അവിടുന്ന് മാറ്റും. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങളുടെ പേട ഭഗവാന് കൊണ്ടുപോകാൻ പറ്റി. ഞാനൊരു പാക്കറ്റ് പേട കൊണ്ടുപോയി. അതെന്തായാലും പിടിച്ചില്ല. അത് സെക്യൂരിറ്റിയുടെ ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ചു കൊണ്ടുപോയത് ഭഗവാന് കൊടുക്കാൻ പറ്റുകയും ചെയ്ത്. ഇത് ചാവടിയാണ്. ഇത് ചാവടി രാത്രിയിലത്തെ ആ ഒരു ഇതാണ്. അപ്പം അത് നന്നായിട്ട് നമുക്ക് എടുക്കാനൊക്കെ പറ്റി. ഇവിടെ ഭഗവാൻ വിശ്രമിച്ച സ്ഥലം ഈ തറയിലൊക്കെ ആയിരുന്നു ഭഗവാൻ വന്ന് ഇരിക്കുന്നതും എല്ലാം. അതൊക്കെ നമുക്ക് കാണാനും തൊടാനും ദർശിക്കാനും ഒക്കെ പറ്റി. വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഞങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അത്ഭുതകരം, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇത്രയൊന്നും അല്ല പറയണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ പറയാൻ വാക്കുകളില്ല. അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദ്വാരകാമയിയാണിത്. രാത്രിയിലുള്ള കാഴ്ചയാണ്. യാത്രയും കാഴ്ചയും കച്ചവടങ്ങളും. सब लोगों ने एक सुर में अर्थ गाई। श्री सच्चिदानंद सद्गुरु साईनाथ महाराज की जय। ओम आरती आजा सद्गुरुनाथ आजा पांचाली तत्पांचा विमला विदाता നോക്കമ്മ.
ഒരുപാട് നടക്കാനുണ്ട്. നടന്ന് കടന്ന് ക്ഷീണിച്ച് കണ്ണൻ. അങ്ങനെ കണ്ണൻ ചോളം കഴിക്കുകയാണ്. അവൻ്റെ ഫേവറേറ്റായൊരു കാര്യമാണ്. പെട്ടെന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ഓടിയതാണ്. അങ്ങനെ പല പല കാഴ്ചകൾ നമുക്കിവിടെ കാണാം. എല്ലാവരും കൂടിയിരിക്കും. നമുക്ക് കൈയൊക്കെ വിട്ടു കഴിഞ്ഞാൽ ആളിനെ പിന്നെ കിട്ടാൻ പാടാണ്. അത്രയും തിരക്കാണ്. വളരെ തിരക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് സൗകര്യമായിട്ട് തന്നെ ഭഗവാനെ ദർശിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല കച്ചവടങ്ങളാണ്. ഇവിടെ കിട്ടാത്ത ഒറ്റ സാധനവും ഇല്ല. അമ്മുതാണ്ട് ഇങ്ങനെ ഒന്ന് കറങ്ങുവാണ്. എന്ത് സാധനം വാങ്ങിക്കണമെന്ന് നമുക്കറിയത്തില്ല. അവൾ വന്നത് തന്നെ അതിന് തന്നെയാണ്. വെറൈറ്റി കമ്മലുകൾ, മാലകൾ, പിന്നെ കൂടുതലും ബാബയുടെ വിഗ്രഹങ്ങളാണ്. കടകൾ നല്ല നല്ല രസമുള്ള സാധനങ്ങൾ. നമ്മുടെ അവിടുത്തെ അത്ര വിലകളുമില്ല. നമ്മുടെ കേരളത്തിലെ വിലകളൊന്നുമില്ല. അതിൻ്റെയൊക്കെ വളരെ കുറച്ചാണ് വിലകളും എല്ലാം, ചാർജുകളും എല്ലാം. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായാലും എല്ലാത്തിനും ഒരു കാഴ്ചയാണ്. ഞങ്ങളൊരു 3-4 ദിവസം അവിടെ നിന്നെങ്കിലും അത് പക്ഷേ എങ്ങനെയാണോ ആ ദിവസം പോയെന്ന് നമുക്കറിയത്തില്ല. അത്രയ്ക്ക് പെട്ടെന്ന് അങ്ങ് പോയി. കച്ചവടങ്ങൾ കാണാൻ തന്നെ ഇവിടെ ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ഭയങ്കര കടകളാണ്. എല്ലാ സൈസ് സാധനങ്ങളും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഇവിടെ ഒന്നും കിട്ടാത്ത തരമുള്ള സ്വീറ്റ്സുകൾ, വെറൈറ്റികൾ, ഈ നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ, അതൊക്കെ നമുക്ക് വാങ്ങിക്കാനും നാട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോകാനും ഒക്കെ വളരെ സൗകര്യം ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് നമുക്ക് ബാബയുടെ ഫോട്ടോകളും ബാബയുടെ പടങ്ങളും. രണ്ട് അമ്മു നിന്ന് കമ്മൽ വാങ്ങിക്കുന്നു. ഞാനും അമ്മും ഉണ്ട്. അവൾ കമ്മൽ നോക്കുക. വെറൈറ്റി കമ്മലുകളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇഷ്ടമല്ല ഇതൊന്നും എടുക്കുന്നത്. പിന്നെ അങ്ങ് സഹിച്ച് നിൽക്കുക കേട്ടോ. കണ്ണനിങ്ങനെ ചുറ്റി നടന്ന് കാണുന്നു. കണ്ണനൊന്നും വാങ്ങിക്കാനില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളെ കാണുകയാണ്. കടകൾ. പിന്നെ ശരിക്കും ബാബകളാണ് ഇവിടെ ഇരിക്കുന്നത്. മൊത്തം ബാബയുടെ പലതരം ഫോട്ടോകളും വിഗ്രഹങ്ങളുമാണ് ഇവിടെ. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കാനൊക്കെ വളരെ ഇതാണ്. നമുക്ക് ശ്രദ്ധയിൽ പോയിട്ട് വരുമ്പം എല്ലാവർക്കും ഒരു ആഗ്രഹമായിരിക്കുമല്ലോ, ഒരു ഭഗവാന്റെ ഒരു പടവോ ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹമോ ഒക്കെ വേണമെന്ന്. അതൊക്കെ നമുക്ക് ഇവിടുന്ന് അവർക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാം. അതൊരു സന്തോഷമാണ്. കിട്ടുന്നവർക്കും സന്തോഷം, നമുക്ക് വാങ്ങിക്കൊടുക്കുന്നവർക്കും ഒരു സന്തോഷമാണ്. ചെറുത് മുതൽ വലുത് വരെ അവരവരുടെ പൈസയുടെ അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് വിഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാം. അത് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ആരുടെ വീട്ടിൽ വെച്ചാലും അത് ഐശ്വര്യം തന്നെയായിരിക്കും. ഇഷ്ടം പോലെ ഉണ്ട്. അത് നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും. ഇഷ്ടം പോലെ ഒരു കൂട്ടായ്മയാണ്. ബാബകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്ക്, അത് കാണുന്ന തന്നെ എന്തൊരു ഭംഗിയാണ് കാണാൻ. ആ കാഴ്ച ഒരു സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് മനസ്സിന്. എല്ലാ കടകളിലും ഇതാണ്. എല്ലാ കടകളും പല രീതിയിലുള്ള പല വർണ്ണങ്ങളിലുള്ള ബാബകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും ഒരു കൂട്ടായ്മ നമ്മുടെ ബാബകളെ നമ്മൾ കാണാറേ ഇല്ല. ഒരു വിഗ്രഹങ്ങൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ല. ഇഷ്ടം പോലുണ്ട്. എല്ലാ തരത്തിലുള്ള പടങ്ങളും കച്ചവടങ്ങളും. ഞങ്ങളിതാ ഈ ബാബയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ബാബകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ. എല്ലാവരും വരുന്നവർ പറയോ ബാബയുടെ ഒരു കൂട്ടായ്മ. നമുക്ക് ബാബയുടെ ഫോട്ടോ എത്ര കിട്ടിയാലും മതിയാകത്തില്ല. നമ്മളിവിടെ സത്സംഗം നടത്തുന്നുണ്ട്. മാസത്തിലൊരു ലാസ്റ്റ് വ്യാഴാഴ്ച നമ്മൾ സത്സംഗമാണ്. അങ്ങനെ അപ്പോൾ അവിടെ ഇഷ്ടംപോലെ പടമൊക്കെ വയ്ക്കും. ഇത് ലക്ഷ്മി ദേവിയുടെ ഒരു വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ശുദ്ധിയിൽ തന്നെ അവിടെ എല്ലാ തരത്തിലുള്ള ദേവിയുടെ പല രൂപങ്ങളാണ് അവിടെ. മഹാലക്ഷ്മി, ശിവൻ, സർപ്പദൈവങ്ങൾ എല്ലാം ഉണ്ട്. ബാബ ഇങ്ങനെ നടുക്കിരുന്നിട്ട് ചുറ്റും ദേവിയും കണ്ട ഓരോ വിഗ്രഹങ്ങളും ശിവന് സർപ്പങ്ങൾ കണ്ട ബാബ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെയും കയറി തൊഴുത് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. ബാബയെ മുന്നിൽ നിന്ന് നന്നായിട്ട് തൊഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് സാധിച്ച്. ഇതവിടുത്തെ വിഗ്രഹം തന്നെയാണ്. ഒരു മെയിൻ വിഗ്രഹമാണത്. ഇതിൻ്റെ ചുറ്റുമാണ് ദേവികൾ ഇരിക്കുന്നത്. ബാബയെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് ഈ വിഗ്രഹം തന്നെയാണ് അകത്തിരിക്കുന്നതും സെയിം. ഇപ്പം നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്നത് കാണിക്കാൻ പറ്റത്തില്ല. ഇത് തന്നെ കണ്ടാൽ മതി. സെയിമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വിഗ്രഹം കണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളത് ശുദ്ധിയിൽ നിൽക്കുന്നതായിട്ട് തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ബാബയോട് പ്രാർത്ഥിക്കാം. ഉറപ്പായിട്ട് മറുപടി തരുന്ന ഭഗവാനാണ് ശുദ്ധി സായി ബാബ. അതിൻ്റെ നേതൃത്വം നൽകുന്ന ആൾക്കാരൊക്കെയാണ്. അവർ ഞങ്ങൾ യൂട്യൂബ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ സന്തോഷമായിട്ട് പറഞ്ഞു നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഫോണിൻ്റെ കവറ് ബാബയുടെ ഫോട്ടോയാണ്. അവരത് കണ്ടുകൊണ്ടാണ് ചോദിച്ചത്. അയ്യോ ഇതൊരു അത്ഭുതമാണല്ലോ, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫോണിൻ്റെ കവർ കണ്ടാണ് അവർ ചോദിച്ചതും പിന്നെ ഞങ്ങൾ യൂട്യൂബ് എടുക്കാൻ സമ്മതിച്ചതും ഒക്കെ. ഇത് ദേവിയുടെ ഓരോ വിഗ്രഹങ്ങളാണ്. ഓരോ മഹാലക്ഷ്മി, അഷ്ടലക്ഷ്മി, ദുർഗാദേവി, അങ്ങനെ ഓരോ വിഗ്രഹങ്ങൾ അത് അവർ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന്
ഇതെല്ലാം ബാബയുടെ കൂടെ ഉള്ള ആൾക്കാരാണ്. ഇതാണ്ട സിദ്ധി സായിബാബ ഇരിക്കുന്ന, ദേവി, മഹാലക്ഷ്മി. അപ്പോൾ ഇവിടെയും വന്ന് തൊഴുന്നത് വളരെ നല്ലതാണ്. ബാബയെ കാണുമ്പോൾ ഇവരെ എല്ലാവരെയും കാണുക. ശിവൻ ഉണ്ട്, സർപ്പത്തിൻ്റെ വലിയൊരു വിഗ്രഹമുണ്ട്. എല്ലാവരും ഇങ്ങനെ വന്ന് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് തൊഴിയിക്കുകയാണ്. എല്ലാവർക്കും അതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ ബാബയെ കാണാൻ വരുമ്പോൾ ഇവിടെയും എല്ലാവരും വന്ന് പ്രാർത്ഥിക്കണം. ദേവി സായി മാതാവ്, അത് ബാബയുടെ കൂടെ ഉള്ളതാണ്. നവഗ്രഹങ്ങളാണ് ഇരിക്കുന്നത്. നവഗ്രഹങ്ങളെയും പ്രാർത്ഥിക്കാം, മഹാദേവനെ പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഇവിടെ നിന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങളവിടെ എല്ലാം കണ്ട്, മഹാദേവനെ കണ്ടു, സർപ്പത്തിനെ കണ്ടു, പ്രാർത്ഥിച്ചു. ഇങ്ങനെ ധാരം അത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലായിടവും തൊട്ട് തൊഴാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. അതിനൊക്കെ അവിടെ അനുവദിക്കും. ഭഗവാനെ എല്ലാം കാണാം. ഈ കാണുന്നത് ബാലസമിതിയുടെ ക്ഷേത്രം തന്നെയാണ്. ഇത് ബാബയുടെ ഏറ്റവും വലിയ അടുത്ത ശിഷ്യനായിരുന്നു. ബാബയെ സായി എന്ന് വിളിച്ച് സംബോധന ചെയ്ത് ആദ്യമായിട്ട് നമ്മളെ പരിചയപ്പെടുത്തിയത് ബാലസമിതിയാണ്. ഭഗവാന്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനും ശിഷ്യനുമാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ അവിടെ പോയി. അത് കുറേ ആളുകൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ മുന്നേ പോയ ആൾക്കാരൊക്കെ ചോദിച്ചു അത് എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ വന്നപ്പം. പക്ഷേ എൻ്റെ മോൻ അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കതൊക്കെ കാണാൻ പറ്റിയത്. ഞങ്ങൾ സച്ചരിതം ഡെയിലി വായിക്കുന്നത്, അപ്പോൾ അതിനകത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി കാണുകയും എല്ലാം അവിടെ എല്ലാം ദർശിക്കുകയും അതിനും ഒരു ഭാഗ്യം കിട്ടി. പിന്നെ ഇത് ലക്ഷ്മിബായിയാണ്. ഭഗവാന്റെ ഏറ്റവും അടുത്ത ഒരു ഭക്ത തന്നെയാണ്. എല്ലാ ദിവസവും ഭഗവാന് ഭക്ഷണം കൊണ്ടു കൊടുത്തിരുന്നതാണ്. 9 കോയിൻ ഭഗവാന് അവസാന ഭഗവാന്റെ സമാധിയുടെ ലാസ്റ്റ് സമയം അത് ധർമ്മം കൊടുത്തത് ലക്ഷ്മിബായിക്കാണ്. ഏറ്റവും ലാസ്റ്റ് ധർമ്മം കൊടുത്തുകൊണ്ടാണ് ബാബ സമാധിയായത്. അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം കണ്ട് അതും നമുക്ക് ഭയങ്കര സന്തോഷമായി. ഇനിതാണ്ട് ബാബകളെല്ലാം ഇരിക്കുന്ന കണ്ടില്ലേ? ബാബകളുടെ ഒരു കൂട്ടായ്മയാണ്. എവിടെ നോക്കിയാലും ബാബയാണ്. ബാബകളെ ഇങ്ങനെ കണ്ട് നമുക്ക് അത് തന്നെ കാണാൻ പറ്റും. ബാബ നമ്മൾ അകത്ത് ദർശനം കഴിഞ്ഞുകൊണ്ട് വന്ന് ഈ ബാബയെ കാണുകയാണ്. ഇനി നമ്മൾ ഭക്ഷണശാലയിലേക്ക് പോവുകയാണ്. അതിനും ഒരു ഭാഗ്യം കിട്ടി നമുക്ക്. അതും അപൂർവ ആളുകൾക്ക് സാധിക്കുന്ന കാര്യമാണ് ഭഗവാന്റെ ഭക്ഷണം കഴിക്കുക എന്നത്. എല്ലാവരും ഹോട്ടലിൽ നിന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ താമസ സ്ഥലത്തു നിന്നാണ് കഴിക്കുന്നത് കൂടുതലും. പക്ഷേ ഇവിടെ നിന്ന് കഴിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അറിയാതെ പോകുന്ന ആൾക്കാരുമുണ്ട്. അപ്പം നമുക്കത് കഴിക്കാനുള്ളൊരു ഭാഗ്യവും കിട്ടി. എൻ്റെ ഒരു നിർബന്ധമായിരുന്നു എനിക്ക് അവിടെ നിന്ന് ഇത്തിരി ഭക്ഷണം കഴിക്കണമെന്ന്. ഞങ്ങൾക്ക് 3 പ്രാവശ്യം അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റി. അതും അവിടെയും നല്ല തിരക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പം തിരക്ക് കുറവായിരുന്നു. എപ്പോൾ ചെന്നാലും ഭക്ഷണം കഴിക്കാം. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഇങ്ങനെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടത്തേക്ക് പോകാനായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ അവിടത്തേക്ക് നേരിട്ട് പോവുകയാണ്. ഭഗവാന്റെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇതെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് പോയപ്പോഴേ എൻ്റെ ഒരു പറച്ചിലായിരുന്നു എനിക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. ഇവിടെയുള്ള എൻ്റെ കൂടെ വന്ന ആൾക്കാരെയൊക്കെ അറിയാമല്ലോ, അവർക്കൊക്കെ എല്ലാം പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് ശീലമുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ നിർബന്ധം കാരണമാണ് ഞങ്ങൾ ഇവിടെ ഞാനും ഹസ്ബൻഡും കൂടെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന്. അങ്ങനെ അവിടോട്ട് പോവുകയാണ്. അമ്മൂനെ വിളിക്കുകയാണ്. അമ്മൂനെ ഈ യൂട്യൂബിലൊക്കെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവളെ പിടിച്ചു കിട്ടിയാണ്. അമ്മ എന്തിനാണ് അമ്മ എന്നെ നിർബന്ധിക്കുന്നത് തിരിഞ്ഞു നിൽക്കുക. ബാക്ക് സൈഡ് കണ്ടില്ലേ? പിണങ്ങി നിൽക്കുന്ന അമ്മുവാണിത്. വേണ്ട തിരിഞ്ഞു നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അവള് കണ്ടാൽ ഞങ്ങളെ ശരിയാക്കും, അത് വേറെ കാര്യം. ഇനിയിപ്പം അങ്ങോട്ട് പോവുകയാണ്, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്തേക്ക് പോവുക. ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഭഗവാൻ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നത് കണ്ടോ? ആ പ്രതിമ ഇരിക്കുന്ന എപ്പോഴും അവിടെ ഒരു കുറവ് വരത്തില്ല. എന്നും ആ ഭക്ഷണം പാത്രത്തിൽ ഇങ്ങനെ ഭക്ഷണം നിറഞ്ഞു നിൽക്കുകയാണ്. ഈശ്വരൻ്റെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഭോജനശാല എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണിത്. അവിടെ തന്നെ അത് നല്ല താലി ആണ്. എന്നുവെച്ചാൽ നമ്മൾ ചോറും
ചപ്പാത്തിയും അതിൻ്റെ കൂടെയുള്ള സബ്ജിയും എല്ലാം കൂടെയുള്ള ഭക്ഷണമാണ്. ഭക്ഷണത്തിന് പോകാനുള്ള തിരക്കിലാണ് ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പക്ഷേ ഫസ്റ്റ് ടൈമിൽ പോയപ്പോൾ ഒരു തിരക്കുമില്ല, ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു. സെക്കൻഡ് ടൈം ഞങ്ങൾ കയറിയതാണ്. അതും പെട്ടെന്ന് ആ ക്യൂ അങ്ങ് പോയി. ക്യൂ ഇങ്ങനെ പോയി തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി. അത് നമ്മൾ എത്ര പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തെ പോലെ ഒന്നുമല്ല, വളരെ ടേസ്റ്റാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞങ്ങളിതായിരുന്നു ഭക്ഷണം കഴിക്കുകയാണ് ഇവിടെ. അത് നമുക്കൊരു മനുഷ്യന് എത്ര ആഹാരം വേണോ അവരിങ്ങനെ വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു 3-4 ചപ്പാത്തിയും നല്ല ഫുഡ് പച്ചരി, അവിടുത്തെ അരി അറിയാലോ, പൊന്നി അരിയുടെ ചോറും പിന്നെ സാമ്പാർ, സബ്ജി, കടലക്കറി, അങ്ങനെ പല കറികളുണ്ട്. അത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് സത്യത്തിൽ മതി വരത്തില്ല. ഇനി കഴിക്കണമെന്ന് തോന്നും. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത ഞാനായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് രണ്ടാമതും ചോദിച്ചു ഭക്ഷണം കഴിക്കേണ്ടി വന്നു. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവരും. അത് ഒരുപാട് ആൾക്കാർ, ആ തിരക്ക് കണ്ടില്ലേ, ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ കഴിക്കുകയാണ്. ആർക്കും ഒരു കുറവും വരത്തില്ല. എല്ലാവർക്കും തൃപ്തിയാകുന്നവരെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അത് ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഇതാണ്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാറുണ്ട് ഞങ്ങളിന്ന് കഴിക്കുന്നത്. എല്ലാം അതിൻ്റെ കൂടെ ഒരു പേടയും കാണും, അല്ലെങ്കിൽ റവ കേസരിയോ എന്തെങ്കിലും ഒരു സ്വീറ്റ്സും അതിൻ്റെ കൂടെ കാണും. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭഗവാന്റെ ആ ഗോപുരത്തിൻ്റെ ഇതാണ് നമ്മൾ കാണുന്നത്. ആ ദർശനം, ആ ഒരു ഭാഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ഒരു തിരക്കുമൊക്കെ കണ്ടില്ലേ, ആ ചുറ്റും ആ രാത്രിയിൽ ആ സമയത്ത് കാണുന്ന ആൾക്കാരാണ് മൊത്തം ഇങ്ങനെ കൂടി ഇരിക്കുകയാണ്. എവിടെ നോക്കിയാലും ജനപ്പെരുപ്പം തന്നെ. എവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കൂടി നിന്ന് സ്ഥലങ്ങൾ അകത്തെ ദർശനം കഴിച്ചിട്ട് വന്ന് പുറത്ത് നിന്നെല്ലാം കാണുകയാണ് ആൾക്കാർ എല്ലാവരും. എല്ലാവരും കുൽഫി കുടിക്കുവാണ്. മഹാരാഷ്ട്ര കുൽഫി വളരെ ഫേമസ് ആണല്ലോ. ഇതൊരു പാർക്കാണ്. സായി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഉള്ളൊരു വളരെ മനോഹരമായിട്ടുള്ള, വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു പാർക്കാണത്. ഒരുപാട് ബ്ലോക്സുകളുണ്ട് ഇവിടെ തന്നെ, ഇഷ്ടം പോലെ ബ്ലോക്സുകളുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ D ബ്ലോക്കിലാണുള്ളത്. നല്ല തണുപ്പാണ്. നല്ല തണുപ്പാണ്. കൊടൈക്കനാൽ ഞങ്ങൾ കഴിഞ്ഞ വട്ടം പോയല്ലോ, അപ്പോൾ അതിനേക്കാളും തണുപ്പാണ് ഇവിടെ. എല്ലാ മാസത്തിലും അല്ല, ആ ഒരു സമയത്ത് മാത്രം, ഡിസംബർ ആ ഒരു സമയത്ത്. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്ന് തിരിച്ചു വന്ന് ഇവിടെ ഇരിക്കുക. നല്ല ഭക്ഷണമായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് നോക്കി പറ, ഇതൊരു ടേസ്റ്റായിരുന്നു. ഒരുപാട് സ്ഥലത്തുനിന്ന് നമ്മളിങ്ങനെ അന്നദാനം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു അന്നദാനം ഒരിടത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. അത്ര തൃപ്തിയോടുകൂടി. അച്ഛൻ ആ ഐസ്ക്രീമിൽ മുഴുകിയിരിക്കുന്നതാണ്. തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഐസ്ക്രീം കടിക്കുവാണ്. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് പിള്ളേർക്ക്, പിന്നെ കാണിച്ചു തരാം നിങ്ങളെ. ഏറ്റവും വലിയൊരു അഭിലാഷമായിരുന്നല്ലോ. എങ്ങനെയുണ്ട് ശ്രുതി പോയിട്ട് എങ്ങനെയുണ്ടാ പറഞ്ഞത്? ദർശനം കിട്ടിയിട്ട് എന്തുണ്ടാ പിന്നെ അനുഭവം? ദർശനം കിട്ടിയിട്ട് പല അത്ഭുതങ്ങളും നടന്നു. ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് വേപ്പല കിട്ടാനേ ഇല്ല, എല്ലാവരും തിരക്കുന്നു. അപ്പോൾ എനിക്കൊരു വേപ്പല കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മസ്ജിദ് വന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരെയും ഇങ്ങനെ തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് വിട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ചെന്ന സമയത്ത് എനിക്കൊരു ഉതി, അവിടുത്തെ പുരോഹിതൻ ആണോ അടുത്ത് പോക്കറ്റിൽ നിന്ന് ഒരു ഉതി എൻ്റെ കയ്യിൽ എടുക്കുകയാണ്. എനിക്ക് മാത്രം, ഞങ്ങൾ 4 പേര്, ഒരുപാട് ആൾക്കാർ വന്ന്. ശ്രുതി മന്ദിറിന്റെ പ്രത്യേകത ഭയങ്കര അത്ഭുതമായിരുന്നു. ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ മസ്ജിദും എല്ലാം ഉള്ളതാണ്. എൻ്റെ വിശ്വാസം. ഹാജി അബ്ദുൽ ബാബയുടെ പ്രസാദങ്ങളും ഞങ്ങളുടെ കയ്യിലെത്തി. ഇത്രയും ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് 4 പേർക്കും പലർക്കായിട്ട് കിട്ടി പ്രസാദങ്ങളൊക്കെ. അതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ കാണുന്നു. ഇത് ഞങ്ങൾ രാവിലെ ഇവിടെ ദർശനം കാണാനായിട്ട് വന്നു. നിർമാല്യം രാവിലത്തെ നമ്മുടെ കാക്കടാരതി, നമ്മുടെ ഇവിടെ നിർമാല്യം എന്ന് പറയും, അത് കാണാനായിട്ട് വന്നു. ഞങ്ങൾ 1 മണിക്ക് എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ ആ കാക്കടാരതി കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. അത് മൊത്തം കണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നേ. അവർ 2 പേരും അതിനകത്തിട്ട് പൂട്ടിയിട്ടാണ് വന്നത്. അവർക്ക് ആ സമയത്ത് എഴുന്നേക്കാൻ വയ്യ. ഞങ്ങളപ്പോൾ തിരിച്ചു പോകുന്നവർ അവിടെ ഒരു ഉടുപ്പി ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ്, പൂരി കഴിക്കുന്നത്. പക്ഷേ നമ്മൾ താമസിക്കുന്നിടത്ത് ഉണ്ട് പൂരിയൊക്കെ. 5 രൂപ കൊടുത്താൽ മതി. 5 പൂരിയും സബ്ജിയും കൊടുക്കും. അതെല്ലാം വണ്ടിയിൽ വന്ന് ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ദിവസം വാങ്ങിച്ചായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ പോകുന്ന സൗകര്യത്തിനനുസരിച്ചൊക്കെ നമ്മൾ പുറത്തുനിന്ന് അങ്ങ് കഴിച്ചെന്നേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും കഴിച്ചിട്ട് അവർക്ക് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇത് ഞങ്ങൾ പോയ ഒരു കടയിൽ പരിചയപ്പെട്ടൊരു പയ്യനാണ്. വളരെ സ്നേഹമുള്ളൊരു പയ്യനായിരുന്നു.
ഞങ്ങളോട് കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ യൂട്യൂബിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾ എടുത്തതാണ്. ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ കുറച്ച് വിലയൊക്കെ കുറച്ചൊക്കെ തരികയും ചെയ്ത്. അപ്പോൾ ഞങ്ങൾ കൂട്ടായി. അപ്പോൾ എൻ്റെ കടയൊക്കെ എടുക്കണേന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കടയൊക്കെ എടുത്തതാണത്. അങ്ങനെ അവരുടെ കടയിലെ ബാബയാണിതെല്ലാം. എവിടെ നോക്കിയാലും ബാബ തന്നെ, ബാബകളുടെ. കൂടുതൽ ആൾക്കാർ ഈ ചോളമാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. പിന്നെ കരിമ്പ് ജ്യൂസ്, കരിമ്പ് ജ്യൂസ് സൂപ്പറാണ്. നമ്മുടെ ഇവിടെ കിട്ടുന്ന ജ്യൂസല്ല. ഞങ്ങൾ ഇത് ഋഷിയുടെ ഏറ്റവും ഫേവറേറ്റാണ് ചോളവും കരിമ്പ് ജ്യൂസും. അപ്പം കുറേ വാങ്ങിച്ച് ഞങ്ങൾക്കൊക്കെ തന്ന് ഞങ്ങൾ കുടിച്ച്. ചോളം ഞാൻ കഴിച്ചില്ല കേട്ടോ, അത് ഋഷിയും ബാക്കിയുള്ളവരും കഴിച്ച്. എൻ്റെ ചോളത്തിന് ഇങ്ങനെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് അത് വാങ്ങിക്കാൻ. അതിങ്ങനെ ചുറ്റി കൊടുക്കുന്നു. കരിമ്പ് ജ്യൂസ് നല്ല ടേസ്റ്റായിരുന്നു. ഇത് നമ്മുടെ അവിടുത്തെ ഫ്രണ്ടാണ്. ദർശനത്തിന് കയറുന്നതിൻ്റെ ഫ്രണ്ട് സ്ഥലം. ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിയൊക്കെ കുറച്ച് നടന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഫോട്ടോയൊക്കെ കുറേ എടുത്ത്. ഇതിങ്ങനെ അവിടെ നമ്മൾ ഈ പൂരി സെറ്റ് വാങ്ങിക്കാൻ നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണ്. വണ്ടിയിൽ കൊണ്ടുവന്ന്, ആശ്രമത്തിൽ നിന്ന് തന്നെ വണ്ടിയിൽ കൊണ്ടുവന്ന് പൂരി കൊടുക്കും. ഒരു പാക്കറ്റിന് 5 രൂപയാണ്. ഞങ്ങൾ ഒരു ദിവസം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പൂരിയാകുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ അത് വാങ്ങിച്ചില്ല. ചായക്ക് 2 രൂപ. നല്ല സൂപ്പർ ചായയാണ്. അതുമെല്ലാം ആശ്രമത്തിൽ തന്നെ കിട്ടുന്നതാണ്. ഭക്ഷണവും അവിടെ കിട്ടും. ഞങ്ങൾ പക്ഷേ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് കഴിച്ചത്. അമ്പലത്തിൻ്റെ അവിടെയുള്ള ആ ഭക്ഷണം തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുക. ഇവിടെ പണക്കാരെന്നോ പാവപ്പെട്ടവരോ ഒന്നും തന്നെയില്ല. എല്ലാവരും ക്യൂ നിന്ന് ഭഗവാന്റെ ആ ഭക്ഷണം വാങ്ങിക്കുകയാണ്. വളരെ ലാഭമാണ്. 5 രൂപയ്ക്ക് 5 പൂരി കിട്ടും. അതിൻ്റെ കറിയും കിട്ടും. വളരെ ഒരു ദിവസം ഞങ്ങൾ വാങ്ങിച്ചതാണിത്. ഒരു ദിവസം വാങ്ങിച്ച് കഴിച്ച്. പക്ഷെ ഞാനും ഹസ്ബൻഡ് മാത്രമാണ് ഞങ്ങൾ ഡെയിലിയൊക്കെ വാങ്ങിച്ചേനെ. പക്ഷേ കൂടെ വന്ന ആൾക്കാർ എല്ലാ ദിവസവും ഒരു ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ല. അത് കാരണം പിന്നെ ഞങ്ങൾ മാറ്റിയത്. അങ്ങനെ ഞങ്ങൾ ഭഗവാനെ നന്നായിട്ട് ദർശിച്ച് 9 പ്രാവശ്യം ഞങ്ങൾ കയറി രാവിലെയും വൈകിട്ടുമായിട്ട്. നമ്മളീ പുറത്ത് ഭയങ്കര തിരക്കുണ്ടെങ്കിലും അകത്തും നല്ല തിരക്കാണ്. ഞങ്ങൾക്ക് പോകാനുള്ള എല്ലാ സൗകര്യവും നമുക്ക് അവിടെ അവർ ചെയ്തു തരും. അങ്ങനെ ഭഗവാന്റെ മുന്നിൽ ചെന്ന് എത്തുക എന്നുള്ളതാണ് വലിയൊരു ഭാഗ്യം. നല്ല ജനപ്പെരുപ്പമായിരുന്നു അതിനകത്ത്. ഞങ്ങൾ ഈ ന്യൂ ഇയർ സമയം ആയതുകൊണ്ട് ക്രിസ്മസ് വെക്കേഷൻ നല്ല ആളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദർശിച്ച് ഞങ്ങൾ പ്രസാദം കിട്ടി. എൻ്റെ കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു. അത് ഭഗവാന്റെ മോതിരമായിരുന്നു ചെയ്തിട്ടിരുന്നതാണ്. അത് ജപിച്ച് മേടിച്ചു. പിന്നെ ഞങ്ങൾ കാൽപാദം വാങ്ങിച്ചു. അതും ഹസ്ബൻഡ് കൊണ്ടുപോയി പൂജിച്ച് എല്ലാം തൊഴുത് നന്നായിട്ട് ഞങ്ങൾക്ക് ദർശിക്കാൻ പറ്റി. അവിടുന്ന് എല്ലാ പ്രസാദങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു. ഉതി കിട്ടി. ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷപ്പെട്ട പ്രസാദമാണ് ഉതി. അത് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഭഗവാൻ ഇരുന്ന ആ വേപ്പ് മരത്തിൻ്റെ അവിടെ നിന്ന് വേപ്പല പറന്ന് ഞങ്ങളുടെ ശരീരത്ത് വന്ന് വീണു. അത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടി. എല്ലാ പ്രസാദങ്ങളും കിട്ടി. നന്നായിട്ട് ദർശിച്ച്. പക്ഷേ അകത്തെ വിവരണങ്ങളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അകത്ത് വലിയ സംഭവങ്ങളാണ് നടക്കുന്നത്. നമുക്കത് പകർത്താൻ ഉള്ള അനുവാദമില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കത് കാണാൻ പറ്റാത്തത്. ഭഗവാന്റെ ഓരോ ദർശനത്തിലും നമുക്ക് എന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്ത് പറയണമെന്ന് പറഞ്ഞുകൂടെ ഒരു ലോക അത്ഭുതങ്ങളിലൊന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വ്യക്തിപരമായ അനുഭവം. അത്രയ്ക്ക് നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്ത അനുഭവമാണ് നമുക്ക് അവിടെ ദർശിക്കാൻ പറ്റിയത്. നമ്മൾ മറ്റൊരാളായി പോവുകയാണ്. യാതൊരു ചിന്തയും ഒന്നുമില്ലാതെ നമ്മൾ ഭഗവാനിലങ്ങ് മുഴുകി വാവിട്ട് വിളിക്കുകയാണ് ഭഗവാനെ. എല്ലാ മനുഷ്യരും വന്ന് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളായവരും എല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഭഗവാന്റെ പാദത്തിൽ ഇടുകയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാം തൊട്ട് തൊടാനുള്ള എല്ലാ ഭാഗ്യങ്ങളും കിട്ടും. അതൊരു ആ അനുഭവം നമുക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്കൊരു അനുഭവമാണ്. നിങ്ങൾ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് വരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒന്ന് വരിക, ദർശിക്കുക. ആ ഭഗവാന്റെ ദർശന സൗഭാഗ്യം നിങ്ങൾ നേടുക. ഇത് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തെ അനുഭവമാണിത്. ആശ്രമത്തിലെ ഞങ്ങളെ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാനാണ് ഞങ്ങൾ കാർ ബുക്ക് ചെയ്തിരുന്നു. ആ കാർ വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. ബ്ലാങ്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര തണുപ്പ്. ആ വെള്ളം ഒഴുകുന്ന ആ ഫ്ലോ ഭയങ്കര രസമാണ് കാണാൻ. നല്ല ഭംഗിയാണ്. അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ പോകുന്നതിൻ്റെ സങ്കടവുമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വിട്ട് പോകാൻ തോന്നുന്നില്ല. ഇനിയും ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നുന്നെങ്കിൽ ശ്രുതി വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. എപ്പോഴും ഞങ്ങൾ കുടുംബമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനിയും വരണമെന്ന്. ഒരു പ്രാവശ്യം വന്നവർക്ക് തീർച്ചയായിട്ടും ഇനിയും വരണമെന്ന് തന്നെ തോന്നുന്നൊരു സ്ഥലമാണ്. നമുക്ക് പോകാനേ തോന്നുന്നില്ല. അത്രയ്ക്ക് മനസ്സിന് സന്തോഷം കിട്ടിയൊരു സ്ഥലമാണ് ശ്രുതി സായിബാബയുടെ അടുത്ത് വന്നത്.
ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ തിരികെ മടങ്ങുന്നത്. അത് വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളിന്ന് ഷിർഡിയിൽ വന്നിട്ട് ഒരു 4-5 ദിവസമായി ഞങ്ങൾ യാത്രയാവുകയാണ്. ഒരുപാട് സന്തോഷമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. എന്നുവെച്ചാൽ ഒരു 5-6 ദിവസത്തെ താമസം തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ലോക അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് ഷിർഡി. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഗുരുവാണ്. ഞങ്ങൾ എല്ലാ മാസത്തിലെ എല്ലാ വ്യാഴാഴ്ച ലാസ്റ്റ് വ്യാഴാഴ്ച ഞങ്ങൾ സത്സംഗമൊക്കെ നടത്തുകയാണ്. പക്ഷേ ഇതുവരെ ഭഗവാനെ കാണാൻ ഇവിടെ വന്നിട്ടില്ല. ഇനി ഞങ്ങൾക്ക് കുടുംബസമേതം വരാൻ പറ്റിയത് തന്നെ ഒരുപാട് സന്തോഷം. 4-5 ദിവസം കൊണ്ട് ഞങ്ങൾ ഒരുപാട് ദർശനം ഞങ്ങൾക്ക് കിട്ടി. ഭയങ്കര ക്യൂ ആണ്, ഭയങ്കര ആളാണ്. ഇവിടുത്തെ നമുക്ക് കാണാമല്ലോ, ഇവിടെ ഭയങ്കര തിരക്കുള്ളൊരു അമ്പലമാണ്. പക്ഷേ എന്നിട്ട് പോലും ഞങ്ങൾക്ക് നന്നായിട്ട് ദർശനം കിട്ടി. എല്ലാ ദർശനവും ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനും ഒക്കെയുള്ളൊരു അവസരം ഞങ്ങൾക്ക് കിട്ടി. ഒത്തിരി സന്തോഷം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത്. സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിവിടെ യാത്രയാവുന്നത്. നിങ്ങളുടെ ഇത് എല്ലാവരും നിങ്ങൾ കാണേണ്ട ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും വരിക. നമ്മുടെ കേരളത്തിൽ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഇതുപോലൊരു തിരക്കും ഒരു അത്ഭുതങ്ങളും ഒന്നും നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അത്രയ്ക്കൊരു മിറാക്കിളാണ് നമുക്കിവിടെ കിട്ടിയത്. നമുക്കത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല. നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒത്തിരി സന്തോഷം. അങ്ങനെയാണ് അത് എങ്ങനെ എനിക്ക് വാക്കുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ സച്ചരിതം അതിൻ്റെ ബുക്കൊക്കെ എല്ലാ ദിവസവും വായിക്കുന്നതാണ്. അതിൽ ഓരോ ഭാഗങ്ങളെയും നമുക്കിവിടെ കാണാം. അത് ഒറിജിനലായിട്ട് ബാബ ഇവിടെ താമസിച്ചതും ഉപയോഗിച്ച സാധനങ്ങളും എല്ലാം നമുക്ക് ആ മ്യൂസിയത്തിൽ കാണാൻ പറ്റും. അതൊക്കെ ഒരുപാട് ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് യാത്രയാവുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് നടക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് ഇതിവിടെ. ഷിർഡി എന്ന് പറഞ്ഞാൽ വലിയൊരു സിറ്റിയാണ്. അവിടെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അകത്തൊന്നും കയറാൻ ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ പുറത്തു നിന്ന് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങളിതെല്ലാവരും കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി. Itu pernah saya. Sama orang antik.